കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു സോളാർ കേസ്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും സംശയത്തിന്റെ നിഴലിലാക്കിയ കേസിന്റെ ചൂട് കെട്ടടങ്ങിയെങ്കിലും ഇതിന്റെ ഭാഗമായുള്ള നിയമ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതോടെ പ്രതിരോധത്തിലായതാകട്ടെ CPM-ഉം പാർട്ടിയുടെ സ്വന്തം MP ജോൺ ബ്രിട്ടാസും. സോളാർ കേസുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർക്കുകയായിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ഒരു മലയാള മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPM കോൺഗ്രസ് ബന്ധം വെളിവാക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം. ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാർ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരിക്കുകയാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ അന്നത്തെ പാർട്ടി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയായിരുന്നു ബ്രിട്ടാസ് എന്ന് ജോൺ മുണ്ടക്കയം പറയുന്നു. രണ്ട് മാധ്യമപ്രവർത്തകർ തമ്മിലുണ്ടായ ഫോൺ സംഭാഷണത്തിൽ നിന്നായിരുന്നു സമരം ഒത്തുതീർക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കേണ്ടേയെന്ന് ചോദിച്ച് ബ്രിട്ടാസ് ഒരിക്കൽ ജോൺ മുണ്ടക്കയത്തെ വിളിച്ചിരുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വിളിയെന്ന് അപ്പോൾ തന്നെ തോന്നിയെന്ന് മുണ്ടക്കയം പറയുന്നു. വാർത്താ സമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നും ബ്രിട്ടാസ് ചോദിച്ചിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതിയെന്നാണ് ബ്രിട്ടാസ് നൽകിയ മറുപടി. തുടർന്ന് ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞ കാര്യം അറിയിച്ചതായും മുണ്ടക്കയം പറയുന്നു. പാർട്ടി തീരുമാനമാണോ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. ആണെന്നാണ് മനസ്സിലാകുന്നതെന്ന് മുണ്ടക്കയം മറുപടിയും കൊടുത്തു. തുടർന്ന് കുഞ്ഞാലിക്കുട്ടിയെ ഇക്കാര്യം അറിയിക്കാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകി. ജോൺ മുണ്ടക്കയം കുഞ്ഞാലിക്കുട്ടിയെയും കാര്യമറിയിച്ചു. തുടർന്ന് കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെയും തുടർന്ന് ബ്രിട്ടാസിനെയും കോടിയേരിയെയും വിളിച്ച് സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രനാണ് UDF നേതാക്കളെ കണ്ടത്. ഇങ്ങനെയാണ് ആ സമരം ഒത്തുതീർപ്പായതെന്നും മുണ്ടക്കയം ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഇടത് വലത് മുന്നണികൾ കാലാകാലങ്ങളായി സംസ്ഥാനത്ത് നടത്തിവരുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവായി വേണം വിലയിരുത്താൻ.